അതുകൊണ്ടുള്ളത് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ടാ നാട്ടിലൊക്കെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായത് അല്ലേ? യാതൊരു ഹക്കും ബാത്തിലും ഇല്ലാണ്ട് പേരും തെറിയില്ലാണ്ട് മുതൽ സമ്പാദിക്കാൻ മനുഷ്യന്മാരോടി, മക്കളെ അതിന് ചട്ടുകങ്ങളാക്കി. എത്ര ചെറുപ്പക്കാരാ പണിയില്ല, പക്ഷെ പണി എന്താ? നെറ്റ് മാർക്കറ്റിംഗ്, MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. എന്താ അതിന്റെ ക്വാളിറ്റി? നല്ലൊരു കോട്ടും ഒരു സ്യൂട്ടും ഒരു ബെൻസിന്റെ മുൻപിലുള്ള ഫോട്ടോവും കണ്ടിട്ട് എളാപ്പന്റെ അടുത്ത് പോയി പറയും, നിങ്ങൾ 10 നിക്ഷേപിച്ച നിങ്ങൾക്ക് മാസം 1000. എളാപ്പന്റെ വലതുഭാഗത്ത് 5 ആളെ ചേർത്താ നിങ്ങൾക്ക് പിന്നെയും 15,000. അവസാനം കുത്തുവാളെടുത്ത് പൊളിഞ്ഞ് എളാപ്പയും മൂത്താപ്പയും മരിയക്കളും തമ്മിൽ തല്ലി പള്ളി കമ്മിറ്റിന്റെ അടുത്ത് എന്തിന് ഓൻ പൈസ വാങ്ങിക്കൊണ്ടുപോയി പറ്റിച്ചെന്നറിയാൻ. ഇത് കൊടുത്തപ്പോ എന്തേ പള്ളി കമ്മിറ്റിക്കാരോട് ചോദിച്ചില്ലേ? ആ സമയത്ത് കൊടുത്താ പിന്നെ കിട്ടുന്ന ഇല്ലാണ്ടായി പോവും. മൊയ്ലിയാമാര് പറയും അത് ഹറാമാണ്. ഇത് പൊളിയുമ്പോ മൊയ്ലിയാമാര് ഓർമ്മ വരിക. എല്ലാരും അത്തരക്കാരാ നല്ലട്ടോ. ഇങ്ങനത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മക്കളെയൊക്കെ ഒന്ന് ദീനീ ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ അത്രയേറെ ലിബറൽ ചിന്താഗതികളും സ്വവർഗരതിയും ഗേസെക്സും ലെസ്ബിയൻ ആസ്വാദനങ്ങളും LGBTQകളും ഈ ഉമ്മത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുക. ഇത് ചെറിയ കളിയായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. അതുകൊണ്ടാ കേരളത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതും കേരളത്തിലെ ക്യാമ്പസുകളിൽ, പുരോഗമന ചിന്തയുള്ള ക്യാമ്പസുകളിൽ കയറി ചെന്നു. ഏക സിവിൽ കോഡിനെ പറ്റി ചോദിച്ചപ്പം പലരും പറഞ്ഞു മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും അതിനെന്താ ഒരുമിച്ച് കത്തിക്കാനാ തീരുമാനെങ്കിൽ ഒരുമിച്ച് കത്തിക്കുന്നതിനെന്താണ്? ഇതേപോലെ തന്നെ പെണ്ണിനെ കെട്ടണം. മൈ ബോഡി മൈ ചോയ്സ്, ഇൻഡിവിജ്വൽ ഫ്രീഡം. ഞങ്ങൾക്ക് വ്യക്തിഗത താല്പര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് പെണ്ണിനെ കെട്ടും, ആണിനെ കെട്ടും. കഴിഞ്ഞ ഫെബ്രുവരി 14 കേരളത്തിന്റെ ഓരോ ബീച്ചോരങ്ങളിലും 2 ആൺകുട്ടികൾ കെട്ടിപ്പിടിച്ച് അശ്ലീലതയുടെ ചുംബനങ്ങളും കെട്ടിപ്പുണരലുകളും ചെറുതപ്പോ ചോദിക്കാൻ ചെന്ന കാരണവന്മാരോട് പത്രക്കാരും സദാചാരവാദികളും ക്യാമ്പസിലെ വിദ്യാർത്ഥികളും പറഞ്ഞു, ഞങ്ങൾ വിപ്ലവാത്മകമായ ഒരു തുടക്കം കുറിക്കാന്ന്. എന്ത്? ആണോടും കെട്ടിപ്പിടിച്ച് ഉമ്മൊടുക്കുന്നത്. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ദീനുണ്ടായിരുന്നു, ഞാൻ ഭയങ്കര ഇസ്ലാഹി പ്രവർത്തകനായിരുന്നു. പോരാ, ഇതൊക്കെ കൊണ്ടടക്കാൻ ഒരു തലമുറനിയും വേണം. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് ചോദിച്ച പോലെ ചോദിക്കണം, നിങ്ങൾ ആരെയാ മക്കളെ ആരാധിക്കുക? നിങ്ങൾ ഏത് വിശ്വാസത്തിലാ പോവുക? കാരണം വിശ്വാസം തുടങ്ങി സംസ്കാരം തുടങ്ങി മനുഷ്യന്റെ പലതും നശിപ്പിക്കാൻ കാലഘട്ടത്തിലെ പലർക്കും പറ്റുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഒരു കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം വിജനതയിൽ, വിദൂരതയിൽ, മറ്റേത് പറമ്പിൽ, ഏത് വിജനമായ മരുഭൂമിയിലാണെങ്കിൽ പോലും, കോട്ടകൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകളെ കൊണ്ട് പറയിപ്പിച്ച നമ്മളുടെ തലമുറയുടെ നാവുകളെ കൊണ്ട് തന്നെ മറ്റു ചിലരും സഹായിക്കാൻ ഉണ്ടായേക്കാം എന്ന ഒരു ചോദ്യത്തിലേക്ക് നമ്മളെ തലമുറനെ കൊണ്ടുപോകാൻ ചിലർക്ക് പറ്റിയില്ലേ? പിന്നീട് അതിന്റെ പേരിൽ വർഷങ്ങളോളം അതിനെപ്പറ്റി ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെപ്പറ്റി ന്യായീകരിപ്പിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ? വേറൊരു ഭാഗത്തതാ സിനിമയും പാട്ടും സീരിയലുകളും ഒക്കെ ഇറക്കിയിട്ടാണ് ഇസ്ലാമിക പ്രബോധനം നടത്തേണ്ടത് എന്ന് പ്രഖ്യാപിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഒരു കൂട്ടര്. കേരളത്തിന്റെ ഓരോരുത്തരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ. ജാറ മക്ബറ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അത് നിലനിർത്തണമെങ്കിൽ ഇശൽ നൈറ്റുകൾ വേണം, പേരുകേട്ട സിനിമാ നടന്റെ ഉദ്ഘാടനങ്ങൾ വേണം, പേരുകേട്ട സിനിമാ പിന്നണി ഗായികയുടെ ഇശലുകൾ, പാട്ടുകൾ, ഗാനമേളകൾ വേണം. അതേ ചരിത്രത്തിലേക്ക് തന്നെ നമ്മളുടെ വിഭാഗങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും സംഗീതത്തിന്റെ അറുതിയുടെ മായാലോകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ തലമുറയെ, വരാനിരിക്കുന്ന ഒരു ജനതയെ സന്മാർഗത്തിലേക്ക് നയിക്കാം. വാപ്പാരെ, നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും ശത്രുഭാഗത്ത് മുജാഹിദ് പ്രസ്ഥാനാവാനുള്ള കാരണം, എല്ലാവരെയും ശത്രുഭാഗത്ത് നമ്മളാ. കാരണം ഒരു നൂറ്റാണ്ട് മുൻപ് പറഞ്ഞതേ ഇപ്പോഴും നമ്മൾ പറയുന്നുള്ളൂ. ഒരു നൂറ്റാണ്ട് മുൻപ് മാറ്റി പറയേണ്ടി വന്നിട്ടില്ലാത്തതൊന്നും ഇന്നും നമ്മൾ മാറ്റി പറഞ്ഞിട്ടില്ല. ആരൊക്കെ ആക്ഷേപിച്ചാലും കുറ്റപ്പെടുത്തിയാലും ആ ആർജവ ബോധം വരാനിരിക്കുന്ന ഒരു തലമുറക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം. നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് പഠിപ്പിക്കുന്ന മോഡലുകളിൽ നിന്ന് മക്കളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റണം. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് അതാ. ഞാൻ പറയാറുണ്ട്, ഞാനിപ്പോ പ്രസംഗിക്കുമ്പോ ഈ ഇരിക്കുന്ന നിങ്ങളെക്കാളും എന്നെ ക്ഷണിച്ചോലേക്കാളും ഇനി എന്നെക്കാളും കൂടുതൽ കൂലി പോകുന്നത് സാധുക്കൾ പൊരയില് പ്രശാസ്കാരവും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ നോക്കുന്നതിന്റെ വാപ്പക്കും മക്കുക. കാരണം ഒന്നുമല്ലാത്ത കോലത്തിൽ അവനെ മൊയ്ലിയാരാകാൻ വിട്ടതാണോ എന്ന് ചോദിച്ച് ഇടവണ്ണക്കുണ്ട ചാക്കുമ്പന്റെ വാപ്പയമ്മയും കേട്ട ആക്ഷേപങ്ങൾ കുറെ ഉണ്ട്. ഇത്രയൊക്കെ നല്ല കാലഘട്ടത്തിൽ ഇങ്ങെന്തിനാ അവനെ മൊയ്ലിയാരാക്കുന്നതെന്ന് ചോദിച്ചിരുന്നു എന്നാ വാപ്പ എപ്പോഴും പറയും. പള്ളിയിൽ നിന്ന് ആൾക്കാർ ചോദിക്കലതായിരുന്നു. ഇപ്പൊ ഞാനൊരു ഹദീസ് പറയുന്നുണ്ടോ, ആയത്ത് പറയുന്നുണ്ടോ, കൂലി അവിടേക്ക് പോകുന്നുണ്ട്. ഇനി സാധുക്കൾ അങ്ങ് മരിച്ചു പോയാലും ഞാൻ പ്രസംഗിച്ച കൂലി പോകുന്ന കബറിലേക്കാ. ഇനി ഞാൻ അങ്ങ് പേച്ചു പോയാലും
ഓൽക്ക് അള്ളാനോട് ചോദിക്കുമ്പോൾ ഉത്തരണ്ട്, പഠിച്ചോനെ പഠിപ്പിച്ചക്ക്, പിന്നെ ഓം വഴി തെറ്റിപ്പോയതാ. ഇതിലെത്ര രക്ഷിതാക്കൾക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്? നാട്ടിലൊക്കെ ചില ആളുകൾ പറയും വാപ്പ നല്ല മുജാഹിദ, മോനോ കുഴപ്പമൊന്നുമില്ല, പള്ളിയിൽ വരും പോവും, പള്ളിയിൽ വരും പോവും, പിന്നെ ഓൻ വലിയ പണിക്കാരനൊക്കെ അല്ലേ ജോലിക്കാരനൊക്കെ അല്ലേ എന്നാ പറയാ. ആലോചനകൾ വരുമ്പോ അങ്ങനെയാ പറയാ. പള്ളിയിൽ വന്നു പോകലും നാട്ടിലുള്ള ജമാഅത്ത് പങ്കെടുക്കലും മാത്രമാണോ നല്ലോണ്ട ലക്ഷണം? അല്ലട്ടോ. മക്കളോടൊക്കെ ഒന്ന് പറയണം, മോനെങ്ങി ഏത് കൊമ്പത്ത് ജോലി നേടിയാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദീനി ദഅവത്ത് രംഗത്ത് ഒരു ISMന്റെ ഒരു MSMന്റെ പ്രോഗ്രാമുമായിട്ട് ഇനി ഉണ്ടാവണം മോനെ. എന്നെ പഠിപ്പിച്ചതിന് പടച്ചോന്റെ അടുത്ത് വാപ്പാക്കും ഉമ്മാക്കും തലകുനിക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല. നല്ലോനാവണേ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഒരു കാര്യത്തിലും ഇടപെടണ്ട. ഞാൻ പറയാറുണ്ട്, ഒരു ഖുതുബ പറഞ്ഞ് യൂട്യൂബിൽ ഞാനത് അപ്ലോഡ് ചെയ്യുമ്പോൾ 10 ആള് പറയും, ഏത് ഖുതുബ കേട്ട് പോയവര് പറയും നല്ല ഖുതുബയായിട്ടൊന്നത്ത്. അപ്ലോഡ് ചെയ്ത് അതിന്റെ അടിയിൽ താനെ കാണാൻ ആദ്യം വാപ്പനെ വിളിക്കുന്നത്, അതിന്റെ താഴെ കാണാൻ വേറെ തെറി അറിയുന്നത്. ഒരു 150 കമന്റ് വന്നിട്ടുണ്ട്, ഒരു 100 എണ്ണം എനിക്കെതിരെ തെറിയായിരിക്കും. ഇനി എല്ലാരെയും സോപ്പിട്ട് നല്ല പറയിപ്പിക്കണം, എന്ത് ചെയ്താൽ മതി? നിക്കാരം നോമ്പ് വീട്, നിക്കാരം നോമ്പ് വീട് പറയാം. വാപ്പാക്ക് ഒരു കുളൂസുള്ള നല്ലൊരു ഇസ്ലാഹി പ്രവർത്തന ചരിത്രം കൂടി ഉണ്ടെങ്കിൽ മൂപ്പര മോനാന്നും അറിയാം. അതൊരു മേന്മയായിട്ട് കാണരുത് കേട്ടോ. അവനാന്റെ മക്കളെയൊക്കെ ഒന്ന് ദീനിലേക്ക് വിളിച്ചുകൊണ്ടുവരണം. ദീനിന്റെ സംഘങ്ങളും കണ്ണികളുമായ പിന്നെ ആ മക്കൾ അത്ര പെട്ടെന്നൊന്നും ഷെയ്ത്താന്റെ വഴിക്ക് പോവില്ല. അതുകൊണ്ടാ ഓരോ MSMന്റെയും ISMന്റെയും ഒക്കെ പ്രോഗ്രാമുകൾ കഴിഞ്ഞാൽ പിന്നാമ്പുറത്ത് വന്ന ഉസ്താദുമാരുടെ മൗലവിമാരുടെ കൈ പിടിച്ച് കരയുന്നൊക്കെ കാണുമ്പോൾ അവിടെ സംഘടിപ്പിച്ച 10,000-കണക്കിന് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു മനസ്സൊന്ന് നൊന്താ മതി, ഒന്ന് തിരുത്തിയാ മതി. ഈ ലോകത്തെ സർവ്വ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവനെ പോലെയാ. അതുകൊണ്ട് എന്തിനാ അതൊക്കെ സംഘടിപ്പിക്കുന്നത്, എന്തിനാ അതൊക്കെ നടത്തുന്നുള്ള ചോദ്യം ഒരു കാര്യത്തിനും വേണ്ട. ഒരു മനുഷ്യന് വെളിച്ചം കിട്ടിയാൽ മതി, ഒരു മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി, ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞ് പടച്ചോനെ സ്തുതിച്ചാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമ്മളെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആ മക്കൾക്ക് ദീനീ ചിട്ടയിലൂടെ കൊണ്ടുനടക്കാൻ പറ്റണം. വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പള്ളിയും അതിന്റെ നല്ല കാര്യങ്ങളൊക്കെ അവിടെ പൊന്തുമ്പോ അതിന്റെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ആൾക്കാരെങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം. നമ്മളൊക്കെ പറയാറുണ്ട്, പല നാട്ടിലെയും പള്ളിന്റെ കൂലിയൊക്കെ അറബികൾ കൊണ്ടുപോയതാ, അല്ലെ പൈസക്കാര് മാത്രം കൊണ്ടുപോയതാ. എന്തിന്? ആ ഭാഗം നമുക്കൊന്ന് സേവനവാരുണ്ട്, ഒരു 10 ആള് വരണമെന്ന് പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്താ ആ അനൗൺസ് ചെയ്ത സെക്രട്ടറി ഉണ്ടാവും, കുഞ്ഞിപ്പാശും ഉണ്ടാവും, വേറെ 2 ആളും ഉണ്ടാവും, 6 കൊട്ടയുണ്ടാവും, 3 തൂമ്പയുണ്ടാവും. ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു കൊട്ട മണ്ണ് ഞാൻ അവിടെ നിന്ന് നീക്കട്ടെ, എനിക്ക് പോവാൻ 10 മണിക്കാണെങ്കിൽ ഒരു 8 മണി വരെ ഞാനൊന്ന് പണിയെടുക്കട്ടെ എന്ന് ചിന്തിക്കാത്തൊരു തലമുറയാണെങ്കിൽ നിങ്ങൾ എത്ര സ്വപ്നം കണ്ടാലും ഈ പോക്ക് അപകടത്തിലേക്കാ, ഈ പോക്കൊരു വലിയ അപകടത്തിലേക്കാ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മക്കളെ ഇതിന്റെ ഒക്കെ ഒരു ഭാഗാക്കണം. ഇതൊക്കെ ഒരു കാലത്തിന്റെയും നാടിന്റെയും ആവശ്യമാണെന്ന് ബോധ്യപ്പെടണം. നമ്മളെ നേരെ വരുമ്പോഴേ നമ്മൾ ഓരോന്നിന്റെയും വലുപ്പറിയൂ. ഓരോരുത്തരെ കൊണ്ടും മറ്റു പലരും സന്തോഷിക്കുന്നത് കാണുമ്പോഴാ പടച്ചോനെ അവർക്കൊക്കെ അള്ളാഹു കൊടുക്കുന്ന നിയമത്ത് എത്രയാന്ന് ബോധ്യപ്പെടുക. ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, ചില നാടുകളിലൊക്കെ നിങ്ങൾ ഇപ്പോഴും ചെന്ന് നോക്കൂ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സുബിഹിക്ക് ശേഷം ഒരു തൂക്കാത്രവും പിടിച്ചിട്ട് എന്റെ കുടുംബത്തിലുള്ള ഒരാൾ അപ്രതീക്ഷിതമായ ഒരു അപകടം പറ്റി അവിടെ കിടക്കുമ്പോ സുബിഹിക്ക് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആ താഴെ, ആ ഒരു വളവിന്റെ താഴെ ആ ഒരു CH സെന്ററിന്റെ മുൻപ് കൂടെ ക്യൂ ആ പുലർച്ചെ 4:50 ജമാഅത്ത് പോലും തുടങ്ങിയിട്ടില്ല. എന്തിന്? ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി. ഒരുപാട് ചെറുപ്പക്കാരങ്ങനെ കോരിക്കൊടുക്കുക. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളെ പുരയിലുണ്ട് പടച്ചോൻ വാപ്പാക്ക് അത്യാവശ്യം നല്ല മുതൽ കൊടുത്തിട്ട് കിടന്നുറങ്ങുന്ന നല്ലൊരു മോൻ. ഓനും നേരം വയ്യ കിടന്നത്, എന്തിനു ഏതായാലും ടർഫ് കളിക്കുക. ഓൻ 12 മണിക്ക് 1 മണിക്ക് വന്നു, സുബൈക്ക് വാപ്പാറിന് നേരം വൈകി എപ്പോഴാ വന്നത്, വിളിക്കണ്ട, ഓൻ കിടന്നോട്ടെ. അങ്ങനെ കിടന്നുറങ്ങുന്ന മക്കളുണ്ട്. എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല, കുറ്റം പറയുകയല്ല. ഒരു തിരുത്തലും മാറലും ഒക്കെ ഒന്ന് വേണം. നമ്മളെ നിസ്കാരവും നമ്മളെ നോമ്പും നമ്മളെ ഇസ്ലാഹി പ്രവർത്തനവും മാത്രം മതിയെന്ന് ചിന്തിച്ച ഒരു തലമുറ കഴിയുന്നതോടുകൂടി പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ആ തലമുറയെ വാർത്തെടുക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. ക്ഷണിക്കാൻ പലരും ക്ഷണിക്കും, പറഞ്ഞേക്കേണ്ട നിങ്ങളാ. പലരും ക്ഷണിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ISMന്റെ ഭാരവാഹികളോട് ചോദിക്കും, സലഫിനോട് ചോദിക്കും, അൻസാരിനോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ഉപകാരപ്പെട്ട്. രണ്ടാമത്തത് ഔ സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മം. നമ്മളെ മുതലുകൊണ്ട് ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിച്ചു പോയിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാലും ആ കബറിലേക്ക് കിട്ടും ആ മുതലിന്റെ നന്മ. എത്ര ആളുകളാ അതിന്റെ ഗുണം അനുഭവിക്കുന്നതെന്നറിയോ? ഞാൻ കോഴിക്കോട് ഷാദുലി പള്ളിയിലാ ഖുതുബ പറയുന്നത്. കോഴിക്കോട് സിറ്റിയിൽ ബീച്ചിന്റെ സൈഡിൽ തന്നെയാ. ഞാൻ ചിന്തിക്കാറുണ്ട്, റബ്ബേ എന്നോ ഉണ്ടാക്കിയ പള്ളിയാ,
ആ പള്ളിയിലേക്ക് പലരും മൂത്രമൊഴിക്കാൻ വേണ്ടി കയറുമ്പോ പോലും ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു വാഹനം നിർത്തി ഒരാൾ ഒരു ആവശ്യത്തിന് അതിന്റെ ഉള്ളിക്ക് കയറിയ അതുണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തവന്റെ കവറിലേക്കൊക്കെ എത്ര പുണ്യം പോകുന്നുണ്ടാവും, എത്ര ആളുകൾക്ക് അതിന്റെ ഭംഗി ലഭിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ നാട്ടിലുള്ള പള്ളികള്, നമ്മളെ നാട്ടിലുള്ള മദ്രസകള് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങോട്ട് ലിസ്റ്റ് ഇടും. നമുക്ക് മറ്റാള് ഇന്നാള് 10 ആളൊക്കെ റെഡിയല്ലേ, ഓ ആ 10 ആൾക്ക്. അതെല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാ. പൈസക്കാരായ 4 ആളെ മനസ്സിലിങ്ങനെ ആലോചിക്കും. ഒരു 5 റുപ്യ വകുപ്പുള്ളവനും നീക്കിയേക്കണം. ഒരു 5 റുപ്യ ഒന്നുമില്ലേ? സഹാബാക്കളോട് ചോദിച്ചു, വഅംഫികൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മൗത്ത് നിങ്ങളെ തേടിയെത്തുന്നതിന്റെ മുൻപ് നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു കൊടുക്കണം. ആയത്ത് അവതരിക്കപ്പെട്ടപ്പം സഹാബാക്കൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് റസൂലുള്ളാന്റെ അരികിൽ വന്നു. എന്നാൽ വെറും കയ്യോടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീരുമായിട്ട് ചില സഹാബാക്കളും വന്നു. ഉള്ളവരെല്ലാം കൊടുത്തു പോകുമ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ, കൊടുത്ത ആളുകളൊക്കെ കൊടുത്തു റബ്ബിന്റെ സ്വർഗം വാങ്ങുമ്പോ കിട്ടാത്ത ഞങ്ങൾക്കൊന്നും പടച്ചോന്റെ സ്വർഗത്തിൽ ഒരു സ്ഥാനവും ഇല്ലേ നബിയേ? അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ ഒന്നുമില്ലേ? ഒന്നുമില്ല പ്രവാചക. 4 ദിവസമായി പച്ചവെള്ളമാ, ഒരു നേരത്തെ ഭക്ഷണം പോലും സ്വപ്നമാ റസൂലേ. ഒരു ഇരുമ്പിന്റെ കഷണമെങ്ങാനും കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അത് തരും നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ പുഞ്ചിരിയോടെ ചോദിച്ചു, ഒന്നുമില്ലേ കയ്യില്? ഒന്നുമില്ല നബിയെ, ഈ ഉടുത്ത ഉടുമുണ്ട് മാത്രം. ഇത് ഊരിത്തരാത്തത് ഞങ്ങൾക്ക് നഗ്നതായ പേടിയുള്ളത് കൊണ്ടാണ്. പുഞ്ചിരിയോട് അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പറയും, എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പുഞ്ചിരിച്ചാ മതി, ഒന്ന് ചിരിച്ചാ മതി. അത് സ്വതക്കെയാ. ഒന്നുമില്ലാത്തവനോടാണ് ചിരിക്കാൻ പറയുന്നത്. ഇന്ന് കണ്ടമാനുള്ളവന് തരട്ടോ, ഇത് ഉള്ളു കൊടുക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവില്ല. ചിരി എല്ലാവരുടെ മുഖത്തും ഉണ്ടാവും. ചോദിക്കുക കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മാംസകഷ്ണം പറ്റുന്ന ഒരു കഷ്ണം അരിഞ്ഞെടുക്കുന്ന മാതിരിയാ. ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഈമാനിന്റെ അളവ് നിസ്കരിക്കലും നോമ്പൊൽക്കലും മാത്രമായിട്ട് ചുരുക്കരുത്. അവനാ സമ്പാദിച്ച മുതലും ഒന്ന് കൊടുക്കാനുള്ള ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഈമാൻ തന്നെയാണ്. കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടും ടെൻഷൻ അടിച്ചും മുതലുണ്ടാക്കി ആ മുതലും വന്ന് നാട്ടിലുള്ള ദഅവത്ത് ദീനീ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ അല്പമെങ്കിലും കടുകട്ടി ഈമാനുള്ളവനെ അത് നടക്കും. അല്ലാത്തവർക്ക് നോമ്പും നിസ്കാരവും ഒക്കെ തന്നെ ഉണ്ടാവും. കാരണം അതിന് ചെലവില്ല. നിങ്ങൾ പുത്തനത്താണി നാളെ പള്ളിയിൽ നിങ്ങൾ വെച്ച് നോക്കൂ, ഉദൂന് 250 റുപ്യ, നിസ്കാരത്തിന് 500 റുപ്യ. നിങ്ങൾ ഒരാഴ്ച കൊണ്ട് കൂട്ടേണ്ടി വരും. ആ കാലഘട്ടം കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നാട്ടിലൊക്കെ ചിലരെ പറ്റി പറയാറില്ലേ, ആള് ഭയങ്കര എന്തിനും ഒത്താശക്ക് മുന്നിലുണ്ടാവും. എന്ത് കാര്യത്തിനും മധ്യസ്ഥം പറയണോ, കുടുംബ പ്രശ്നമുണ്ടോ, എന്തിനും ഏതിനും മൂപ്പരുണ്ടാവും. പിന്നെ ആ ഒരു കുഴപ്പമുള്ളു, എന്തേ ഇറക്കാൻ ചിരിമാട്ടിയ ഒത്താശയേ ഉള്ളൂ. ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ചിരിയും കളിയും ലോകിയും ഒക്കെ ഉണ്ടാവും. ഇതെങ്ങനെയാണല്ലോ എല്ലാവരും. ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് നിങ്ങൾ ഹദിയ കൊടുത്ത് മനസ്സ് പാകപ്പെടുത്തണം. ഹദിയ കൊടുത്ത് മനസ്സ് പാകപ്പെടുത്തണം. എന്താ അതിന്റെ അർത്ഥം? ഈ കൊടുക്കാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് വേറൊരുത്തന് കൊടുത്തിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവണം. അതിപ്പോ നമ്മൾ ഗൾഫിൽ നിന്ന് വരികയാണ്, ഒരു അത്തറിന്റെ കുപ്പിയാണുള്ളത്, ഓനങ്ങ് കൊടുക്കുക. ആ കൊടുക്കുന്ന ഒരു മനസ്സിങ്ങനെ വരുമ്പോ അങ്ങനെയാണെ പിന്നെ ഓന് സമ്പത്തും കൊടുക്കാൻ തോന്നും. എന്നാ കൊടുക്കാൻ മനസ്സില്ലാത്തവനോ, ഇങ്ങോട്ട് കിട്ടണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവനോ, ഓനൊരു ചിരി ചിരിച്ചാൽ പോലും ഓന്റെ മനസ്സിലുള്ളത് തിരിച്ച് ചിരി കിട്ടണം എന്നായിരിക്കും. അതുകൊണ്ടാണ് ഒരാളെ മൊത്തം നോക്കി ചിരിച്ചിട്ട് ചിരിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത സ്ഥലത്ത് നമ്മളെ നോക്കി ചിരിക്കും, നമ്മൾ ഇരിക്കൂല. എന്താ, ഞാൻ ഇന്നലെ ചിരിച്ചപ്പോ ചിരിച്ചില്ല. ദുനിയാവിലൊന്നും പ്രതീക്ഷിക്കരുത് എന്നാ പടച്ചോൻ മനസ്സിലാഗ്രഹിച്ചു കൊടുത്തതിന് ദുനിയാവിൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് ദുനിയാവിൽ പടച്ചോൻ കൊണ്ടെത്തരുകയും ചെയ്യും, ആഖിറത്തിൽ വേറെയും തരും. നമ്മളെ സമ്പത്തിൽ നിന്ന് എന്താണോ റബ്ബിന് കൊടുക്കാനുള്ളത്, എന്താണോ അള്ളാന്റെ മാർഗത്ത് കൊടുക്കാനുള്ളത്, ഞാൻ എന്റെ അമ്മമാരോടും പെങ്ങന്മാരോടും ഒടുക്കിയ പറയുന്നത്, വാപ്പ തന്ന കാലം മുതൽക്ക് ചിലപ്പോ 10-15 പവനൊക്കെ കൈമലുണ്ടാവും. ഞാനിപ്പോ പറയാറുണ്ട്, ഒരു ഉമ്മാനൊപ്പം നിർത്തിയിട്ടൊന്ന് എണ്ണി നോക്കിയാൽ മതി. കൈമല് 2 വള, 1.25, 2.5, കൈത്തിലുള്ളത്, ചെവിയിലുള്ളത്, അതിനുശേഷം വിരളുമ്മലുള്ളത്, പിന്നെ ബാങ്ക് ലോക്കറിൽ മൂത്തോക്ക് കൊടുക്കണോ ഇളയോക്ക് കൊടുക്കണോ എന്നൊക്കെ വിചാരിച്ച് സ്വപ്നം കണ്ടുവെച്ച് ചുരുങ്ങിയത് ആണുങ്ങളെ ശരീരത്തിൽ വൽങ്ങനെ ഏതും ഉണ്ടാവില്ല. ഒരു തുണിയും ഒരു ഉപ്പായവും അതേമാതിരി ഉള്ളിലൊരുള്ളതും പുറത്തുള്ള ഒരു ടവലും ഒക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിമാര്, 2.25 പവന്, ലക്ഷം 1, ഒന്നുമല്ല 1.25, മോതിരം 2 എണ്ണം 1.5 ലക്ഷമായി, മാല 1.25 പവന് 1.5 പവന് 3 ലക്ഷമായി. ഇനി നിങ്ങളെ വേറല്ലാത്ത വീട്ടിലുള്ളത് ചോദിച്ചു,
ജീവിച്ച് നടന്നു പോകുമ്പോൾ നിങ്ങളിൽ 5 ലക്ഷം റുപ്യന്റെ മുതലുണ്ട്, അതിൽ നിന്നൊരു 5000 റുപ്യെങ്കിലും. അതുകൊണ്ട് ആ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ അവരങ്ങ് ഊരി കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ തട്ടം നിറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞുനാവും, ബിലാൽ മടങ്ങി വരൂ, ഇന്നൊരു തട്ടുകയറ്റ് നിങ്ങൾ ഇവിടുന്ന് വിട്ടാല് എത്രത്തോളം ഈമാൻ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റും, നിങ്ങൾ കൊടുക്കണം. പ്രിയാപ്പിള കൊടുക്കട്ടെ, മൂപ്പര് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കലല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആഹാരമൊക്കെ ഒന്ന് വിളിച്ചാക്കാൻ ഞങ്ങളെ വാപ്പങ്ങ കുറച്ചൊരു മുതലൊക്കെ തന്ന് അതങ്ങനെ കുണ്ടച്ച് മക്കൾക്ക് ഉണ്ടാക്കിയൊക്കെ മാത്രമല്ല, ഓല അതിട്ടിട്ട് അതിന്റെ പേരിൽ തമ്മിത്തല്ലും. കുറച്ചു കാലം കഴിഞ്ഞ് ഞങ്ങൾ മരിച്ചാലും നിങ്ങളെ മുതൽ കിട്ടി അതൊന്നും ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുവച്ച് വിറ്റ് ഉരുക്കിയിട്ടായിരിക്കും. മുമ്പിലുള്ള ഏതോ ആളമ്മ ഉപയോഗിച്ച വളയും മാലയൊക്കെ ആയിരിക്കും ബേക്കലുള്ള നാട്ടുകാരുത്തി പുത്തനത്താണി ആ ഒരു ജ്വല്ലറി പോയി വാങ്ങിയത്. കാരണം വിറ്റോൻ അതൊന്ന് തീയിലിട്ട് വാട്ടി വേറെ ഡിസൈൻ ആക്കും, ബേക്കുള്ളോള് പോയി വാങ്ങിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഇനി ഓള് ഇവിടെ ഇട്ടച്ച് പോയാലും വേറൊരാളത് വാങ്ങും. മണ്ണും വിണ്ണും പൊന്നും നിങ്ങൾ കൊണ്ടോന്നല്ല, അള്ളാന്റെ മണ്ണിലുള്ളതാ, അത് മണ്ണിലിട്ടേച്ച് പോണ്ടതുവാ. അതുകൊണ്ട് ആ നാട്ടിലൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ഏതെങ്കിലും ഒരു മൗലവിനെ കണ്ടിട്ട് ഗൾഫിക്ക് വിടുകയല്ല ആദ്യം ചെയ്യേണ്ടി. നാട്ടിൽ മാക്സിമം ചില നാട്ടുകാരൊക്കെ അഭിമാനത്തിൽ പറയാൽ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാ, ഇപ്പോഴത്തെ ഒരു നിസ്കാരം നടക്കുന്നുണ്ട്, കൂലി നന്മണ്ട മഹലിന് മൊത്തം കിട്ടും, പുത്തനത്താണി മഹലിന് മൊത്തം കിട്ടും. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം. എത്ര കാലം എന്ന് വെച്ചിട്ടാ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടും മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിട്ടും ഓടുക. അതിനെടുക്കാൻ മനസ്സില്ലാത്തവന് വേറെ എവിടെ പോയി കോടികൾ ഉണ്ടാക്കി വന്നിട്ട് ഇവിടെ ഒരു സ്ഥാപനം പൊന്തിയാലും പടച്ചോന്റെ ചോദ്യം കുറയൊന്നുമില്ല, അള്ളാന്റെ ചോദ്യം കുറയൊന്നുമില്ല കേട്ടോ. ഏത് അത്യാവശ്യം ഫണ്ടായിട്ടുണ്ട്, ഗൾഫ് പറഞ്ഞേച്ചവർക്കൊക്കെ ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോ പണി തുടങ്ങിയാൽ മതി എന്നുള്ളത് ഒരു ഭംഗിവാക്കായിട്ട് പറയാ. എത്ര ഫണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളൊരു 5 റുപ്യ ഇല്ലെങ്കിൽ ചോദ്യം പടച്ചോന്റെ അടുത്ത് എല്ലാവർക്കും നേരെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിലേ ഓരോ നാടും വികസനത്തിലേക്കും മാറ്റത്തിലേക്കും. ഇനി മഹല്ലാണെങ്കിൽ പോലും ഞാനൊക്കെ തമാശക്ക് പറയാറുണ്ട്, പള്ളിയിലെ ബാത്റൂമിൽ കയറിയിട്ട് കറ പിടിച്ച പാട്ട കാണുകയും ഒരു വക്ക് പൊട്ടിപ്പോയ പാട്ട കാണുകയും ചെയ്യുമ്പോൾ അടുത്ത ജനറൽ ബോഡിക്ക് കാത്തുക്കും. ഇതിന് ബാത്റൂമിലെ പാട്ടങ്ങൾ കണ്ടില്ലേ, 15 റുപ്യ മതി മനുഷ്യ ഒന്നാടെ വാങ്ങിക്കൊണ്ടൊക്കെ, 15 റുപ്യ മതി. ഉത്തരവാദിത്വം നിർവഹിക്കാത്ത കമ്മിറ്റിക്കാരനോട് പടച്ചോൻ വേറെ ചോദിക്കോട്ടെ. അവിടെ എന്റെ കടമ പടച്ചോനെ വരുന്നൊരാൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നരുത് എന്നാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവനാ. ഇക്കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറഞ്ഞു, യാത്രക്കിടയിൽ ഒരു പള്ളിയിലിറങ്ങി. ആ പള്ളിയിലിറങ്ങിയിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് മൂത്രമൊഴിക്കാനാ, രാവിലെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മൂത്രമൊഴിക്കാൻ ഞങ്ങൾ ഗേറ്റ് ഒന്ന് തുറക്കൂന്ന്. കൊന്നിട്ടാണെങ്കിലും ആ പള്ളിയിലുള്ള ആള് ഗേറ്റ് തുറന്നില്ല. അനുഭവ കഥയാ, ഗേറ്റ് തുറന്നു കൊടുക്കുന്നില്ല. ഇയാൾ പറഞ്ഞു, എനിക്ക് അത്ര അത്യാവശ്യങ്ങളൊന്ന് തുറക്കി. വേഗം അയാൾ അകത്ത് പോയിട്ട് അയാളെ പേസൊന്ന് 1 ഉറുപ്പിക എടുത്തുകൊണ്ടിട്ടുണ്ട്, താഴത്ത് ബസ് സ്റ്റാൻഡ് നിങ്ങൾ അവിടെ പോയിക്കൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു പള്ളീന്റെ അവസ്ഥയൊന്നല്ല. അതൊക്കെ നിർവഹിക്കാനും അവരനെ സഹായിക്കാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനൊന്നും മനസ്സില്ലെങ്കിലേ ഒരു അധികാരമൊന്നും ചോദിച്ചു വാങ്ങരുത് കേട്ടോ. അത് പള്ളി കമ്മിറ്റിയിലെ 15 അംഗത്തിൽ ഒരാളായാലും മതി പടച്ചോന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടാൻ. അവലുഹാ നിദാമത്തുൻ, നിങ്ങൾക്ക് കിട്ടുന്ന അധികാരേ നിന്യതയാ. നിങ്ങളെ നാണം കെടുത്താൻ നാട്ടുകാർ തലയിൽ വെച്ച് തന്നാ. ഒരാൾ മനസ്സ് വെറുത്ത് വേദനിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് നിങ്ങളൊക്കെ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ. പണ്ടുകാലത്തൊക്കെ ഇന്ന് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഒരു വഖഫ് മന്ത്രി ഉണ്ട്, കോടിക്കണക്കിന് സ്വത്തുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് താഴത്തേക്ക് ഇട്ടെന്നാൽ അങ്ങനെ തന്നതാണോ അള്ളാഹുവിന്റെ വഖഫ് സ്വത്തുക്കള്? മുൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായിരുന്ന നമ്മളെ മുൻഗാമികള് കോടിക്കണക്കിന് ഉറുപ്പിന്റെ മുതലുകളാ കേരളത്തിൽ അവരെ കബർ പ്രതീക്ഷിച്ചു കൊടുത്തുപോയത്. ആ മുതലെന്നെ ഇന്ന് പലർക്കും ഉള്ളൂ, ആ മുതലും പലരും ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ അവരൊക്കെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പടച്ചോൻ തന്നത് ഒരു 10 ഉറുപ്പിയാണെങ്കിൽ, ഒരു ചാക്ക് സിമെന്റിന്റെതാണെങ്കിൽ അതിന് നമ്മൾ വകുപ്പ് കണ്ടെത്തണം. ഒരിക്കൽ മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിങ്ങളിൽ ഇരുന്നു ആയത്ത് അവതരിച്ചു. റസൂലുള്ള സഹാബത്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, സഹാബത്തെ, ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ? വലതുഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്, ഇടതുഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാതെ 2 ഭാഗത്തേക്ക് അങ്ങ് നടന്നു. അള്ളാഹുവിന്റെ ഹബീബിനും സഹാബത്തിനും അതൊരു വലിയ ഷോക്കായി. കാരണം എന്തെങ്കിലും ചോദിച്ചാൽ അവര് അളവ് പറയും, നബിയെ ഞാൻ ഇത്ര തരും. ഉമറും റളിയല്ലാഹു അൻഹു പറയും, നബിയെ ഞാൻ ഇത്ര തരും. കൊടുക്കാൻ സഹാബാക്കളെ കയ്യിലില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സഹാബാക്കളും വല്ലാതെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുക. രണ്ടാളും മിണ്ടാതെ പോയി. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മിണ്ടാതെ പോകാനുള്ള കാരണം എന്നും ഞാൻ കൊടുക്കുന്നതിന്റെ അധികമായിരിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുക്കുക. എന്നും കൂടുതലും കൊടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് ആയിരിക്കും.
ഇപ്രാവശ്യം എനിക്ക് അബൂബക്കർ സിദ്ദീഖിനെ ഒന്ന് വെട്ടിക്കണം എന്ന് കരുതി ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് പകുതി സ്വത്തുക്കൾ എടുത്ത് റസൂലുള്ളാന്റെ അരികിലേക്ക് എത്തി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലേക്ക് ചെല്ലുമ്പോൾ റസൂലുള്ളയും തലകുനിച്ചിരിക്കുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു തലകുനിച്ചിരിക്കുന്നുണ്ട്. തലകുനിച്ചിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നിന്ന് തന്റെ പകുതി സ്വത്ത് റസൂലുള്ളാന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സഹാബാക്കളും സിദ്ദീഖുൽ അക്ബറും കേൾക്കെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഉമറിന്റെ പകുതി സ്വത്ത് ഇസ്ലാമിന് ദാനമായി തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ സ്വത്ത് ഇങ്ങനെ വാങ്ങുമ്പം അറിയാണ്ട് അങ്ങ് കരഞ്ഞു. റസൂലുള്ള കരയുന്ന കണ്ടപ്പോൾ സഹാബത്തിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും വല്ലാത്തൊരു സങ്കടം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, റസൂലേ, ഉമറിന്റെ ദാനധർമ്മത്തെ പറ്റി ആലോചിച്ചിട്ടാണോ നിങ്ങൾ കരയുന്നത്? റസൂൽ പറഞ്ഞു, അല്ല ഉമറേ. പിന്നെന്തിനാ നബിയെ നിങ്ങൾ കരഞ്ഞ്? അള്ളാഹുവിന്റെ പ്രവാചകൻ വിങ്ങിപ്പൊട്ടിയിട്ട് പറഞ്ഞു, ഉമർ, മക്കയിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഞാൻ ആദ്യമായി ദഅവത്തിനിറങ്ങുമ്പോ ശത്രുക്കളുടെ കൂർത്ത കരിങ്കല്ലിന്റെ കഷണങ്ങൾ എന്റെ നേരെ വരുമ്പോ എന്റെ മുന്നിൽ പരിച പോലെ നിന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്. പലപ്പോഴും അവരെന്നെ ഉപരോധിച്ച് പട്ടിണി കിട്ടപ്പോ ഭക്ഷണവും വെള്ളവും തരാതെ അബൂ ത്വാലിബിന്റെ തായ്വരയിൽ 3 വർഷക്കാലത്തോളം ഞാൻ പച്ചവയിൽ തിന്ന് ജീവിക്കുമ്പോ എനിക്കറിയാതെ ഭക്ഷണം എത്തിച്ചു തന്ന ഒരു ധനാഢ്യനായ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ കരഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം തന്നവൻ, എനിക്ക് വിശന്നപ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം തന്നവൻ, ഞാൻ മനസ്സ് തകർന്നപ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ചവൻ. അവസാനം ഞാൻ ഇന്ന് ഇസ്ലാമിന് കടം ചോദിച്ചപ്പോ സ്വന്തം വീട്ടിൽ ചെന്ന് ഒരു ഇരുമ്പിന്റെ കഷണം പോലും കയ്യിലില്ലാതെ തിരിച്ചു വന്നിരിക്കുന്ന ആ ദരിദ്രൻ ആരാന്നറിയണോ ഉമറേ എനിക്ക്? എന്റെ അബൂബക്കറിന്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവരൊക്കെ കൊടുത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ എളുപ്പത്ത് പോകുമ്പോ അവരെക്കാളും പടച്ചോൻ നമുക്ക് തന്നിട്ടും ഒരു 10 റുപ്യന്റെ ഗുണം നാടിനും സമൂഹത്തിനും ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഈ ആർത്തി പിടിച്ച് സമ്പാദിച്ചു വെച്ചതൊക്കെ ഒരു സൈര്യവും സമാധാനവും തരില്ല എന്നുള്ളത് മരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും അറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിലനിൽക്കുന്ന ദാനധർമ്മത്തിന്, സ്വതക്കക്ക് ഒരവസരമാണ് നിങ്ങളുടെ നാട്ടിൽ. ഏത് കാലം വരെ ഈ പ്രദേശത്തെ ഈ പാലിയേറ്റീവിലേക്ക്, ഡയാലിസിസിലേക്ക് മനസ്സ് കലങ്ങിയ, കണ്ണ് കലങ്ങിയ ഒരു രോഗി വരുന്നുണ്ടോ, അയാളുടെ മനസ്സിന്റെ തേട്ടം നിങ്ങളെ കബറിലേക്ക് ഒരു കുളിരായി കിട്ടണമെങ്കിൽ എന്താണോ നമ്മളെ കയ്യിലുള്ളത് അത് കൊടുക്കാൻ തയ്യാറാവണം. അങ്ങനെ കൊടുത്തവരെ കൊണ്ടാണ് കേരളത്തിൽ 14 കൊല്ലങ്ങൾക്ക് മുൻപ് ഡോക്ടർ മുഹമ്മദ് ഷാൻ, എൻ്റെ ഒക്കെ സുഹൃത്ത, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. 14 കൊല്ലം മുൻപ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിഡ്നി ഫെയിലായ ഒരാളുടെ ജീവിത രീതി പഠിക്കാൻ ഒരു രോഗി അന്വേഷിച്ച് ഞങ്ങൾ 18-20 പേര് വാഹനം വിളിച്ച് കോയമ്പത്തൂർക്ക് പോയി. കോയമ്പത്തൂരുള്ള ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ഒരു കിഡ്നി രോഗീനെ പഠിക്കുന്നത്. എന്തിന്? ഓന് കിഡ്നി ഫെയിലാവുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. എന്നിട്ട് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എന്റെ കൺസൾട്ടിങ്ങിൽ വരുന്നവരിൽ 10-ൽ 3 പേരും കിഡ്നി പേഷ്യൻസാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ പലരും പോയിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ പരിശോധിക്കാത്ത എന്താ? പരിശോധിച്ചാൽ പിന്നെ ഇറച്ചി മീനും കൂട്ടാൻ പറ്റൂല എന്നുള്ള ബേജാറും ഉണ്ടാ. ഇല്ലേ, പരിശോധിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് അല്ലാഹു ആലോ. അത്രയേറെ നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കാണല്ലേ ഓരോ പോസ്റ്ററിലും പൊട്ടിത്തെറിച്ച് ചിക്കൻ ചീറിപ്പാഞ്ഞത്, ചിക്കൻ കുയിലിട്ട് വാട്ടിയത്, ഇതൊക്കെ വെറൈറ്റി പേരുകൾ കിട്ടിയാൽ മതി, ആൾക്കാർക്ക് രസ. ആമാശയം കത്തിച്ച് കളയുന്ന ഭക്ഷണ രീതികളിലേക്കൊക്കെ മനുഷ്യനിങ്ങനെ പോകുമ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം നാളെ എവിടെ എവിടെയെങ്കിലും തിന്നുന്നത് കണ്ടിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്താനും ഫോട്ടോ എടുക്കാനും അല്ല. അത്രയേറെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദുനിയാവ്, ഈ ഒരു ഭക്ഷണ സംസ്കാരങ്ങളൊക്കെ മാറുമ്പോൾ പേടിയാ. നമ്മൾ വിചാരിച്ചാലും പോരാ, ഒരാവശ്യത്തിനൊരു കേറി തിന്നുന്ന ഭക്ഷണത്തിൽ പോലും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തൊക്കെയോ ചേർക്കുക. അതുകൊണ്ടാണല്ലോ അരുതാലയങ്ങൾ കൂടുന്നത്. കേരളത്തിൽ ഏറ്റവും വികസനം എന്തൊക്കെയാ? 2 കാര്യങ്ങളാ. കോഴിക്കോട് 30 ലക്ഷം റുപ്യന്റെ ബൈക്കിന്റെ ഷോറൂം കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ അത് കോഴിക്കോട് ജില്ലയിൽ അത് തുടങ്ങിയപ്പം പത്രക്കാർ ചോദിച്ചു, ഇതെന്താ കോഴിക്കോട് തുടങ്ങാനുള്ള കാരണം? വാഹനപ്രേമികളായ ആഡംബര പ്രിയർ മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും ഭാഗങ്ങളിലായതുകൊണ്ടാണ് 30 ലക്ഷം റുപ്യന്റെ ബൈക്ക്. എന്നിട്ട് അതിൽ പത്രക്കാർ കൊടുക്കുന്ന ഒരു നിർവചന, ആഡംബര പ്രിയർ ആരൊക്കെയാ? ഇങ്ങനത്തെ കുറച്ച് ജില്ലക്കാരാണ്. അത് സത്യാസത്യമൊന്നും നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഭക്ഷണം നോക്കൂ, ഏത് രംഗത്താണെങ്കിലും ഇങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുകയാണ് ഓരോരുത്തരും വേഗം പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക. വിചാരിക്കാണ്ട് ചെറുപ്പക്കാര് വരെ 35 വയസ്സുകാരന് ഒരു ആൻജിയോപ്ലാസ്റ്റും 2 ആൻജിയോപ്ലാസ്റ്റും കഴിയും. ഇതൊക്കെ ഇംഗ്ലീഷ് പേരായതുകൊണ്ട് എന്തോ ഒരു വലിയ ഗുണം പറയുന്ന മാതിരിയാ പറയാ. 2 ബ്ലോക്ക് 2 ഇതൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു തലമുറക്ക്
കൃത്യമായ ഇടപെടലുകളോടുകൂടി ഒരു നന്മയുടെ ഒരു വിളക്ക് മാടം ഉണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉള്ളത് കൈകൊണ്ട് നീക്കി വെക്കണം. മരിക്കുന്നതിന്റെ മുൻപ്, മരിക്കുന്നത് വരെ ചെയ്താൽ നമുക്ക് കൂലിയുണ്ട്. ചെയ്യാത്ത മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ചെയ്യിക്കാത്ത വാപ്പാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പാന്റെ പേരിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയല്ല വേണ്ടി. ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാനോട് പറയണം, വാപ്പേ നിങ്ങൾ നീക്കി വെക്കണം കേട്ടോ, നിങ്ങൾക്കുള്ളത് നിങ്ങൾ കണ്ടുവെക്കണം. അല്ലാണ്ട് ആയുസുള്ള കാലത്ത് അറ്റ കൈക്ക് ഉപ്പ് വയ്ക്കാത്ത വാപ്പന്റെ പേരിൽ നിങ്ങൾ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമല്ല. വാപ്പാക്ക് കിട്ടുമൊന്നുമില്ല, ഉള്ളപ്പോ ഒരു ഗുണം ചെയ്യാത്ത വാപ്പാക്ക്. അതുകൊണ്ട് സ്വതക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മം, അത് കൊടുക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരം. അതൊന്നും ഒഴിവാക്കാതെ ഞങ്ങൾക്ക് തന്നെ കിട്ടണം, ഞങ്ങളെ നാടിന് തന്നെ കിട്ടണം എന്ന് ചിന്തിച്ചിട്ട് പണിയെടുക്കുക. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ തെയ്യമ്പാട്ടിലെ ഫാമിലി, ഇവർ ഷറഫുദ്ദീൻ ഖാ, അതോടൊപ്പം തന്നെ PC കുഞ്ഞി മുഹമ്മദ് മാസ്റ്ററൊക്കെ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങുക. യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ ചിലപ്പോൾ കുറ്റപ്പെടുത്തലും ആക്ഷേപങ്ങളൊക്കെ ഇനി ഉണ്ടായിന്നും വരും. അങ്ങനെയാണല്ലോ, യത്തീം മക്കളെ കൊണ്ടുവന്ന് സംരക്ഷിച്ചപ്പോൾ പിന്നെ കുട്ടിക്കടത്തായി, മനുഷ്യക്കടത്തായി, അവസാനം അത് സ്വവർഗ ലൈംഗികത വരെ ആൾക്കാർ ആരോപിച്ചു. പല നാട്ടിൽ നിന്നും സാധുമക്കൾ, യത്തീം മക്കൾ കേരളത്തിൽ വന്നിട്ട് പലരും സുഭിക്ഷമായി ജീവിക്കുന്നത് കണ്ടപ്പോൾ അസൂയമൂത്ത ലിബറലുകൾ കെട്ടിച്ചമച്ച ആരോപണങ്ങളായിരുന്നു അത്. എന്നിട്ട് അതിന്റെ ഗുണപ്പെന്താ ഉണ്ടായത്? എല്ലാത്തിനെയും തിരിച്ചയച്ചു. ഗതിയില്ലാണ്ട് പല നാട്ടിലും ഇപ്പൊ കക്കവനും കള്ളന്മാരുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇതിന്റെ രംഗത്തുണ്ടാവും. നല്ലത് ചെയ്താൽ എപ്പോഴും കുറ്റം തന്നെയാ. അത് നിങ്ങൾക്കൊന്നും മനസ്സിലാകണേ. അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ വേക്ക് പോയി ചാരിയിരിക്കുന്ന ഒരു കുഴപ്പമില്ലാത്തവനോട് ഒന്നാമത്തെ സഫക്കൊന്ന് മുന്തിച്ചോളിനാണ് ഓൻ നമ്മളോട്ട് എങ്ങേ നീ നന്നായാൽ മതി, നമ്മൾ നന്നാക്കാൻ പറ്റണം. ഇതാവസ്ഥ. അതുകൊണ്ട് കുറ്റപ്പെടുത്തലൊന്നും വകവെക്കാതെ അവനാന്റെ നാട് ആ ഭംഗിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന ചെയ്യും. മൂന്നാമത്തത് ഉപകാരപ്പെടുന്ന അറിവുകൾ, പഠിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. ഇതിന്റെ ഒക്കെ ഒരു ഭാഗവും കൂടി അതാ ദഅവത്ത്. ഈ സ്ഥാപനം ഇവിടെ പൊന്തുന്ന പോലും ആ ദഅവത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. ദഅവത്ത് എന്ന് പറയുന്നത് ജനങ്ങളെ വെറും പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങൾ അറിയല, അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവല. അങ്ങനെ അവരിലേക്ക് ഇടപെട്ട് നല്ല നല്ല കാര്യങ്ങൾ ദഅവത്ത് ചെയ്യാൻ സംഘടന, അതോടൊപ്പം തന്നെ ഒരു രംഗത്തുറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ ഉണ്ടാവണം, ശക്തി കൊടുക്കാൻ. ഏത് രംഗത്തും കാലങ്ങളോളം നിങ്ങൾ ആലോചിച്ച് നോക്കി. കേരളത്തിൽ ഒരു കാലഘട്ടമല്ലായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ, സമയം നീണ്ടെന്നറിയാം. 1920കളിലും 40കളിലൊക്കെ കേരളത്തിലുള്ള പെൺകുട്ടികൾ പ്രസവിച്ചിരുന്നത് പിഞ്ഞാണത്തിൽ നഫീസത്ത് മാല എഴുതിയിട്ടാണ്. 9 മാസം ഗർഭിണിയായ പെൺകുട്ടികളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിഞ്ഞാണത്തിൽ നഫീസത്ത് മാല എഴുതി പള്ളി മിനാരത്തിന്റെ താഴെന്ന് അത് കുടിച്ച് ഛർദിച്ച് മരിച്ചുപോയ പെൺകുട്ടികളും മക്കളുണ്ട്. അപസ്മാരം ബാധിച്ച പൈതലുകളെ കൂട്ടിക്കൊണ്ടുപോയി പള്ളിയിലെ ഉസ്താദുമാര് മന്ത്രിച്ചൂതി കൊടുക്കുന്ന ഏലസുകളുടെ പേരിൽ മാത്രം വിശ്വസിച്ച് നൊരയും പതയും അപസ്മാരം മൂർച്ഛിച്ച് വാപ്പാന്റെ മടി കിടന്ന് മരിച്ചോയ മക്കളുണ്ട്. പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടരുതെന്നും അവര് വിദ്യാഭ്യാസം നേടുന്നത് പാപാന്നും പഠിപ്പിച്ചൊരു കാലം. ആൺകുട്ടികൾ പോലും തലയിൽ മുടിവെക്കരുതെന്നും മൊട്ടയടിക്കണമെന്നും പഠിപ്പിച്ചൊരു കാലം. ചട്ടയും മുണ്ടും ധരിച്ച് അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ഒരു വല്യമ്മ നിങ്ങൾക്ക് കാണണേ. ഒരു തലമുറന്റെ പിന്നിലേക്ക് മാത്രം നോക്കിയാൽ മതി. അവിടുന്ന് ഈ സ്ത്രീകൾക്കുള്ള അവകാശങ്ങളും അവർക്കുള്ള വിദ്യാഭ്യാസവും പുരുഷന്റെ ജീവിതത്തിന്റെ അർത്ഥവും വിദ്യാഭ്യാസ രംഗത്തുള്ള മേന്മയും, എന്തിനേറെ 1-ാം മാസത്തിൽ ഗർഭം കൊരുത്തു എന്നറിയുന്ന സമയം മുതൽ സ്കാനിങ്ങും പരിശോധനയുമായി ഹോസ്പിറ്റലിലേക്ക് പോലും പോകാൻ പറ്റിയത് ഒരു സുപ്രഭാതത്തില് അള്ളാന്റെ മലക്ക് വന്ന് പഠിപ്പിച്ചല്ല. അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ഈ ഉമ്മത്തിനെ നശിപ്പിച്ചിരുന്ന ഇവിടത്തെ പുരോഹിതന്മാരോട് പടവെട്ടിയതാ. വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അലവി മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ കേരളത്തിന്റെ അറ്റത്ത് നിന്നും മറുഅറ്റത്തേക്ക് അല്ലേ. സെയ്ദ് മൗലവിന്റെ ഒരു ചരിത്രം ഓർമ്മകളുടെ തീരത്തിൽ ഉമർ മൗലവിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരു കോരും. അത്ര ത്യാഗമൊന്നും എനിക്കോ ഒരു പ്രാസംഗികനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പട്ടാളപ്പള്ളിയിൽ നിന്ന് ജുമയെ നിസ്കരിച്ചിട്ട് വടകരക്ക് നടന്നു പോകുമ്പോ കൊയിലാണ്ടി കടപ്പുറത്തുനിന്ന് കുറച്ച് കച്ചവടക്കാർ പറഞ്ഞു, മൊയ്ലി നിങ്ങൾ ഇവിടെ ഒന്ന് പ്രസംഗിക്കണം. കയ്യിലുള്ള ബാഗ് മേശപ്പുറത്ത് വെച്ച് കുറച്ച് കൊയമ്പെടുത്ത് അരിഷ്ടെടുത്ത് വായിലിട്ട് പ്രസംഗം തുടങ്ങി. 5-10 മിനിറ്റിന്റെ ഉള്ളിൽ ചീറിപ്പാഞ്ഞു വന്ന ഒരു കരിങ്കല്ല് കൊണ്ട് മുൻവശത്തെ പല്ലും ചുണ്ടും പൊട്ടി ചോരി ഒലിക്കുന്ന മൗലവീനെ കണ്ടപ്പോ നാട്ടുകാരിൽ പലരും പതറി നിൽക്കുന്ന സമയത്ത് പോലും തന്റെ വായിലുള്ള തുപ്പലും പതയും നിലത്തേക്ക് തുപ്പി വീണ്ടും അരമണിക്കൂർ പ്രസംഗിച്ച് ബാഗും എടുത്തിട്ട് നടന്നുപോയി സെയ്ദ് മൗലവി. അവരൊക്കെ കണ്ട സ്വർഗവും സ്വപ്നവുമായിരുന്നു ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇനി വരാനിരിക്കുന്ന ഒരു തലമുറക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്ത്? നമ്മളൊരു 10 സെന്റ് ചുറ്റും വേലി ഇങ്ങോട്ട് തിരിച്ചു,
അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഗേറ്റും വെച്ചു, മൊസൈക്കിന്റെ തറ ഇട്ടു, കൈൻ്റെ അടുക്ക് കറുകപ്പുല്ല് വെച്ചു, റിമോട്ട് കൺട്രോൾഡ് ഗേറ്റ് വെച്ചു, അകത്തൊരു 55-ഇഞ്ചിന്റെ ടിവിയും വെച്ചു. ഈ ഉമ്മത്തിന് വേണ്ടി, നാടിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വരാനിരിക്കുന്നൊരു പാലിയേറ്റീവ് ഹോസ്പിറ്റലും സലഫി മസ്ജിദും ഡയാലിസിസ് സെന്ററും ഒക്കെ ഒരു നാടിന്റെ വെളിച്ചമാവട്ടെ, പുരോഗമനമാവട്ടെ, ആശ്വാസമാവട്ടെ, ഒരു കരുതലാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഇപ്പൊ എടുക്കണം തീരുമാനം. കുറച്ച് അങ്ങോട്ട് പോയാൽ ശൈത്താൻ മാറ്റിക്കാളും. എന്തിനാ അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാൻ, സമ്മതമല്ലേ അതിന്റെ വേദിമേല് എന്ന് തോന്നിപ്പിക്കും. അത് വേണ്ട, നിങ്ങൾക്കുള്ളത് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കണം. ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ആളുകൾ പല ഭാഗത്തും കൊടുത്ത് അവരവരുടെ ഭാഗം ക്ലിയർ ആക്കുമ്പോൾ, എന്റെ നാട്ടില് ഞാൻ കിടക്കുന്ന മണ്ണില് എന്റെ പള്ളിപ്പറമ്പിലേക്ക് ഒരു കാലാരെങ്കിലും കൊണ്ടുവച്ചാൽ, ഒരു കാല് അടി വെക്കുമ്പോൾ ഈ നാട്ടിൽ നിന്ന് കിട്ടേണ്ട പുണ്യന്റെ കബർക്കും കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അങ്ങനെയുള്ള നല്ല മനുഷ്യരാവാൻ, വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. അള്ളാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്തായിട്ട് പറഞ്ഞ ചില പ്രാർത്ഥനകളുണ്ട്. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകള്, മക്കളുണ്ടായിട്ട് മനസ്സ് വേദനിക്കുന്ന മാതാപിതാക്കള്, ഭാര്യാഭർത്താക്കന്മാര്, എല്ലാവരുടെയും ഹൃദയത്തിൽ മാറ്റം കൊടുത്ത്, ആശ്വാസം കൊടുത്ത്, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഓരോ കുടുംബങ്ങൾക്കും നീ തൗഫീക്ക് നൽകുകയും മക്കളെന്ന് അനുഗ്രഹം നൽകി കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. അസുഖം ബാധിച്ച് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. പേരറിയാത്ത സുക്കേടുകൾ, വേദന തിന്ന് ജീവിക്കുന്നവര് നാഥ, എല്ലാം എളുപ്പം ശിഫ നൽകി എന്താണോ ഏറ്റവും ഹൈറ്, ആ ഹൈറായതിലേക്ക് ഓരോരുത്തർക്കും നീ ആശ്വാസം നൽകണമേ. ربنا تقبل منا انك انت السميع العليم. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار.